ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ബൈറ്റിൻ്റെ ചോക്ലേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കൊക്കോ ചോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. 1:1 റേഷ്യോയിലും 1:2 റേഷ്യോയിലും നമ്മൾ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 1:3 റേഷ്യോയിലുള്ള ഗനാഷാണ്. അതായത് 1 കപ്പ് ക്രീമിന് 3 കപ്പ് ചോക്ലേറ്റ് എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് ഗനാഷ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിത് എത്ര അളവുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടല്ല, എത്ര കട്ടിയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 1:2 റേഷ്യോയിലാണ് നിങ്ങൾ ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്കിലും അതൊന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1:3 റേഷ്യോയിൽ ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗനാഷിലേക്ക് ഞാനിനി ചേർക്കുന്നത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതിപ്പോൾ ഞാനിതാ 1 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് വലിയൊരു ഒട്ടലൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഒരു ബോൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. നമ്മളൊരു മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് ലൂസായിട്ട് ഇരിക്കണം എന്നില്ല, കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം 1:3 റേഷ്യോയിൽ ഉണ്ടാക്കിയ ഗനാഷിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിന് മുമ്പ് മിൽക്ക് മെയ്ഡും അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ബോൾസൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതേ റെസിപ്പി തന്നെയാണ് ബൗണ്ടിയിലും വരുന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. കാരണം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൽ കോക്കനട്ട് വരുമ്പോൾ ഉള്ള ടേസ്റ്റും വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ്. ഇതിനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബൗണ്ടി പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, റോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ കുക്കീസിൻ്റെ കട്ടറൊക്കെ വരുന്നുണ്ടല്ലോ അതിലൊക്കെ വേണമെങ്കിൽ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ബോൾസ് ആക്കിയിട്ടും അതുപോലെ കുക്കി കട്ടർ വെച്ചിട്ട് ഷേപ്പ് ചെയ്യുന്നതുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഓയിൽ നന്നായിട്ട് പുറത്തേക്ക് വരും കേട്ടോ. നമ്മൾ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ കൊക്കോ ബട്ടറൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഓയിൽ ചേർത്തിട്ടോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇനി അഥവാ കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കോക്കനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ നമുക്ക് നട്ട്സൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടോ ബദാം ഉള്ളിൽ വെച്ചിട്ടോ നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതിന് ഉള്ളിൽ ബദാം പോലെയുള്ള നട്ട്സ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ ബോൾസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി അതല്ല നമുക്ക് ഷേപ്പ് ജസ്റ്റ് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം. ചെറിയ ബോൾസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഒരുപാട് തിന്നായിട്ട് പരത്താതെ കുറച്ച് തിക്കായിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. തിന്നായി കഴിയുമ്പോൾ നമ്മളിനി ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെവിടെ ഇരിക്കട്ടെ. നമുക്കിനി കുക്കി കട്ടറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 2 ഷേപ്പിലുള്ള കട്ടേഴ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ഷേപ്പിൽ ഇതുപോലെ കട്ടറുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചൂസ് ചെയ്യാം. കുറച്ച് വലിയ ഷേപ്പുകൾ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിങ്ങനെ നമ്മൾ മാവ് കുഴച്ച പോലെയൊന്നും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല, അതുകൊണ്ടാണ്. പിന്നെ കട്ടറിൽ ചെയ്യുമ്പോഴും നല്ല കട്ടിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട്
നേരിയതായിട്ട് തിന്നായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ കുറച്ച് പരത്തിയെടുക്കുക ആദ്യം, എന്നിട്ട് നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ടറിനകത്ത് നമ്മൾ ഫില്ലിങ്സ് നിറയ്ക്കുക, എന്നിട്ട് മെല്ലെ പൊക്കി കൊടുക്കുക. അങ്ങനെ 2 രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ ഡോ ഞാൻ അതിൻ്റെ മേലെ നമ്മൾ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മിക്സ് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ മെല്ലെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിലും ചെയ്യാം. നിങ്ങൾ 2 രീതിയിലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഇനിയിപ്പം ഇതുപോലെ ഷേപ്പ് ആക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് റോൾ ചെയ്തിട്ട് തന്നെ എടുക്കാം. ഇപ്പം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോലിപോപ്പിൻ്റെ ഒക്കെ ഷേപ്പിലും ലോലിപോപ്പ് പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കട്ടറിനകത്ത് നമ്മൾ മിക്സ് വെച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി അത്യാവശ്യം നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെല്ലെ വലിച്ചെടുക്കണം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം. ചെറിയ ചെറിയ ഷേപ്പൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ആ ഒരു നമ്മൾ മാവൊന്നും കുഴച്ച പോലത്തെ ആ ഒരു ബൈൻഡിങ് ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ ഓരോ ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടും. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ചോക്ലേറ്റിൻ്റെയും അതുപോലെ ക്രീമിലും ഉള്ള മധുരം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്കത് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തതല്ലേ, കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. വൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് എടുക്കാം, ഡാർക്ക് തന്നെ വേണമെങ്കിൽ ഡാർക്കും എടുക്കാം. രണ്ടും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഡിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു 10 മിനിറ്റ് പിന്നെ ഈ ഒരു നമ്മൾ ഷേപ്പാക്കി വെച്ചത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾസൊക്കെ നന്നായിട്ട് ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും വരില്ല. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ പീസായിട്ട് നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ്സും നട്ട്സും ചെയ്ത സമയത്ത് ചെയ്ത പോലെ ലൈൻസോ അങ്ങനെ എന്തെങ്കിലും കളറ് ചേഞ്ച് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള ലൈൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ കൊടുത്താൽ നന്നായിരിക്കും. അതല്ല ഞാനിപ്പം നമ്മൾ ടെഡി ബിയർ അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കണ്ണ് മൂക്കൊക്കെ വരച്ചു കൊടുക്കുന്നതും ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും, ചോക്ലേറ്റിൽ ഡയറക്റ്റായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൽ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടതാണ്. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ബോൾസാക്കി എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഗനാശ് തന്നെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇത് നല്ല ഈ ഒരു മിക്സ് നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ അകത്ത് ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു മിക്സ് യൂസ് ചെയ്യാം. ഇങ്ങനെ പൊടിയായിട്ട് തന്നെ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊരു ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബോൾസ് ഒന്നും ആക്കാതെ ജസ്റ്റ് ഫില്ലിങ് നമ്മൾ ഫില്ലിങ്സ് കുറേ പഠിച്ചില്ലേ ചെയ്യുന്ന രീതികളൊക്കെ. അപ്പോൾ ആദ്യം പിന്നെ കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കുക, വീണ്ടും അതിൽ ഫില്ലിങ് നിറയ്ക്കുക, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്.
ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന സമയത്ത് ഇത് നല്ല ഹാർഡായിരിക്കും, കാരണം അകത്തുള്ള ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഹാർഡായിട്ടുണ്ടാവും. പിന്നെ 1:3 റേഷ്യോയിൽ നമ്മൾ ചെയ്തതുമാണ് അല്ലേ, അതുകൊണ്ടാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു 1 അവർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.